ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നല്ലോ. അതായത് എൻ്റെ ഒരു ഇന്റർവ്യൂ എപ്പിസോഡ് ഉണ്ടായിരുന്നു നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലുമായിട്ട്. അപ്പം ആ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ കുറെ ദിവസമായിട്ട് കുറെ റിയാക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പല യൂട്യൂബേഴ്സും പല റിയാക്ഷൻസ് ഇടുന്നു, പല കാര്യങ്ങൾ പറയുന്നു. ഞാൻ പിന്നെ അപ്പം റിയാക്ട് ചെയ്യാതിരുന്ന റീസൺ എന്താന്ന് വെച്ചാൽ, ഞാൻ നോക്കുമായിരുന്നു എത്രത്തോളം ഇത് മുന്നോട്ട് പോവും, എത്രത്തോളം ആൾക്കാർ എന്തൊക്കെ പറയും. ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആക്ച്വലി ഏത് ലെവൽ വരെ ആൾക്കാർക്ക് പോകാൻ പറ്റുമെന്ന്. ഇതിനകത്ത് കുറെ പേരുണ്ട് കേട്ടോ, ഒരാൾ മാത്രമല്ല, കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അതായത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ ഫാദറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാദർ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഫാദറിന്റെ അടുത്ത് പോയിട്ട് ഞാനൊരു ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തുവാണ് സംഭവിച്ചത്, ശരിക്കും എന്തുവാണ് സംഭവിച്ചത്, എങ്ങനായിരുന്നു അവിടെ ഞാൻ എന്നെ എങ്ങനായിരുന്നു ട്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഉള്ള ഒരു പ്രശ്നങ്ങൾ. അപ്പൊ ഇതെല്ലാം ഞാനാണല്ലോ കണ്ടത്. കാരണം വേറെ ആരും എന്തായാലും പോയിട്ട് ഫാദറിന്റെ ഇന്റർവ്യൂ എന്തായാലും എടുത്തിട്ടില്ല. അപ്പൊ ഞാനായിരുന്നു ആ വ്യക്തി ആ ഇന്റർവ്യൂ പോയി എടുത്തത്. അപ്പം ചില കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടത്, അത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക കംപ്ലീറ്റ് ആയിട്ട്. പറ്റാവുന്നത്രോളം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ എല്ലാവരും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണം. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ അവിടെ ചെന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, ആ ഒരു ട്രൂത്ത് എനിക്ക് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ഞാൻ ഫാദറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാദർ എന്നായിട്ട് സംസാരിച്ചു. ഞാൻ ഇത് പറയാൻ പോകുന്നതിന് മുന്നേ കേട്ടോ, എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. അതായത് രേണുസുധീനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഫാദറിനെ ഒട്ടും സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കണ്ട കാര്യങ്ങൾ, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്റെ കണ്ണിൽ കൂടെ ഞാൻ എന്തൊക്കെയാണോ കണ്ടത്, എന്റെ ചെവി കൂടെ ഞാൻ എന്തൊക്കെയാണോ കേട്ടത്, ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഞാൻ ഫാദറിന്റെ അടുത്ത് പോയി ഫാദറിനോട് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് കയറി ചെല്ലുമ്പോ, അതായത് ഞാനും എന്റെ ക്രൂവും ഫാദറിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ, അതായത് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നേക്കുന്ന സമയം ഒരു 11 o'clock എങ്ങാണ്ടായിരുന്നു എനിക്ക് തന്ന ഒരു സമയം. ആ സമയത്ത് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. കാരണം ട്രാഫിക്കും, ഞാൻ കുറെ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ അവിടെ വരെ ചെന്നത്. ആ സ്ഥലത്തിന്റെ പേര് എന്തായാലും ഞാൻ പറയുന്നില്ല, കാരണം അത് ഫാദറിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ പറയുന്നതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതെന്തായാലും പറയുന്നില്ല, എവിടെയാണ് പ്ലേസ് അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാനൊരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ആ സ്ഥലത്തോട്ട് ചെന്നത്. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പം ആദ്യം ലേറ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോണം. എനിക്ക് തന്നേക്കുന്ന അപ്പോയിന്റ്മെന്റ് 11 മണിക്കാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊന്നൊരു 11:45 11:50 ഇങ്ങാണ്ടായി. അതായത് ഒരു 50 minutes ലേറ്റ് ആയിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് ഫാദറിനെ ഞാൻ ആദ്യം പോയി കണ്ടു. അതായത് എനിക്ക് ഫാദർ ആദ്യമേ ഗൂഗിൾ ലൊക്കേഷനും ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ കയറി ചെന്നു. കയറി ചെല്ലുമ്പത്തേന് ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാല്, ഫാദർ ഉണ്ടായിരുന്നു, അതായത് ബിഷപ്പ് ഉണ്ടായിരുന്നു, ബിഷപ്പിന്റെ രണ്ട് പേരുണ്ടായിരുന്നു, പിന്നെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാല്, ഫാദറിന് BP കൂടിയിട്ട് ഡോക്ടർ പുള്ളിക്കാരനെ ചികിത്സിക്കുന്നു. ഐസ് പാക്ക് ഒക്കെ തലയിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കയറി ചെന്നപ്പോഴാണ് പിന്നെ ഡോക്ടറും മാറിയത്, ഫാദറും മാറിയത്. അപ്പം ഈ വീഡിയോ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഫാദറായിട്ട് സംസാരിച്ചപ്പം ഫാദർ ഓരോരോ കാര്യങ്ങൾ എന്നോട് പറയും, അതായത് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അതിനൊന്നും ഉത്തരവില്ലാതായി പോയി. കാരണം ഫാദർ ആദ്യത്തെ കാര്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, അവരെ സഹായിച്ചത് ബിഷപ്പാണ്. ബിഷപ്പിന്റെ സ്വന്തം സ്ഥലം ഒരാള് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ ഇപ്പം സുധി മരിച്ചു പോയല്ലോ, പിന്നെ അവർക്ക് അങ്ങനെ നിൽക്കാനൊന്നും ഒരിതില്ല, അത് അതുകൊണ്ട് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കണമെന്നുള്ളത്. അപ്പം ഫാദർ ആലോചിച്ചപ്പം, അവിടുന്നാണ് അവരുടെ കോൺവെർസേഷൻ കേട്ടോ. ഫാദർ ആലോചിച്ചപ്പം ശരിയാണ്, അവർക്ക് സ്ഥലമില്ല, നിൽക്കാനായിട്ട് ഒരു ഇടവില്ല. പിന്നെ ഫാദർ എന്ത് ചെയ്തു, 7 സെന്റ് സ്വന്തം സ്ഥലമാണ് അവർക്ക് കൊടുത്തത്, 1 രൂപ മേടിക്കാതെ. ബിഷപ്പിന്റെ സ്വന്തം സ്ഥലം, ഫാമിലി കൊടുത്ത സ്ഥലത്തു നിന്നാണ് ബിഷപ്പ് 7 സെന്റ് സ്ഥലം രേണുസുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിലും എഴുതിയത്. അത് ആദ്യത്തെ പോയിന്റ് ആണ്. അതിൻ്റെ അകത്ത് ബിഷപ്പ് 2 കുഞ്ഞുങ്ങൾക്കുമാണ് ആ സ്ഥലം എഴുതിയേക്കുന്നത്. പിന്നെ കൊച്ചു മൈനറായ കാരണം കൊണ്ട് ബിഷപ്പും അതിൻ്റെ അകത്ത് നിപ്പുണ്ട്. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് കിച്ചു വിചാരിച്ചാൽ ആ സ്ഥലം ഒന്നും വിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ രേണു വിചാരിച്ചാൽ ആ സ്ഥലം ഒന്നും വിൽക്കാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞ് മൈനറായ കാരണം കൊണ്ട്.
അപ്പൊ ആ ഒരു ഇതായിട്ട് ഫാദറും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചു ഫാദറിനോട് ഇത് മാറ്റി എഴുതാനാണുള്ള ഇതാണോന്നുള്ള. അപ്പം ഫാദർ ഉടനെ പറഞ്ഞത് അതിന് എനിക്ക് ഒരു താല്പര്യമില്ല, ഞാൻ അത് എഴുതി കൊടുത്തതാ. ഇനി അതിൻ്റെ അകത്ത് ആര് വന്ന് പറഞ്ഞാലും ഞാൻ അത് മാറ്റം ചെയ്യത്തില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഫാദർ ആദ്യമേ രേണുസുതിയുടെ പേരിൽ എഴുതി കൊടുത്തേനെ. ഇപ്പൊ രേണുസുതിയെ അന്ന് സപ്പോർട്ട് ചെയ്തില്ല, അന്ന് കുറെ നെഗറ്റീവ്സ് ഒക്കെ ഫാദർ പറഞ്ഞായിരുന്നു. അതൊക്കെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു പുരോഹിതൻ, അതായത് ഒരു ബിഷപ്പ് ആര് വന്ന് നമ്മളിപ്പോ ഒരു മാപ്പ് ചോദിച്ച് നമ്മൾ അവരുടെ കാലെ വീണിട്ട് കരഞ്ഞ് മാപ്പ് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർക്കത് വിട്ടുകളയാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഫാദർക്ക് അത് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഇത്രയും നമ്മൾ യൂട്യൂബിൽ നെഗറ്റീവ് കാണുന്നു ഫാദറിനെ പറ്റി, എപ്പോഴെങ്കിലും രേണുസുതി ആവട്ടെ കിച്ചു ആവട്ടെ ഫാദറിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു. രേണുസുതി കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോക്കകത്ത് രേണുസുതി പറയുന്നത് അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ സപ്പോർട്ടായിട്ടുണ്ട് എന്നെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അന്ന് കിച്ചുവിനെ പറ്റി കുറ്റം പറഞ്ഞത്, അത് അച്ഛൻ എല്ലാ റൈറ്റ്സും ഉണ്ട് അത് പറയാനായിട്ട്. കാരണം കിച്ചുവിന് ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ അച്ഛനും അമ്മയും ശകാരിക്കും, 100% ശകാരിക്കും. എന്നും പറഞ്ഞ് അച്ഛനെ എല്ലാരും ഇട്ട് ട്രോമയിലോട്ട് ഇട്ടിട്ട് അച്ഛന്റെ BP കൂട്ടിയിട്ട്, അച്ഛന് ഒരു ഫാമിലി ഉണ്ട്. അച്ഛന്റെ അമ്മ എന്ന് പറയുന്നത് എന്തൊരു വിഷമിച്ചിരിക്കുകയെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ അച്ഛന്റെ ഫാദർ ക്യാൻസർ അസുഖം വന്നിട്ടാണ് മരിച്ചുപോയത്. അതിന്റെ ഒരു സിമ്പതിയിൽ വേണ്ടിയിട്ട് മാത്രമാണ് രേണുസുതിയുടെ കൂട്ടത്തിൽ അന്ന് രേണുസുതി വന്നിട്ട് അവരുടെ രേണുസുതിയും രേണുസുതിയുടെ അച്ഛനും അമ്മയും എല്ലാരും ഫാദറിനെ പോയി കണ്ട് മാപ്പ് ചോദിച്ചു, കാല് പിടിച്ചു, ക്ഷമ പറഞ്ഞിട്ടാണ് അച്ഛൻ ആ ഒരു മാപ്പ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും ഫാദർ ഇപ്പം അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കുറ്റമായിട്ടാ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അവരുടെ സ്വന്തം മോനെ പോലെ കണ്ടിട്ട് അവനെ വഴക്കത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ അധികാരവും ഫാദറിനുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. അത് എനിക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ അന്ന് ഞാൻ പോയി ഫാദറിനെ കണ്ട കാരണം കൊണ്ട് മാത്രമാണ്. പിന്നെ അതെനിക്ക് പറയാനായിട്ട് ഇവിടെ ഒരിതും ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം എന്റെ ആദ്യത്തെ വീഡിയോ തൊട്ടേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വ്യൂവേഴ്സിനെ ഒരിക്കലും പറ്റിച്ചിട്ടല്ല ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയേക്കുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതോ അല്ലെങ്കിൽ എന്റെ വ്യൂവേഴ്സ് കൂട്ടുന്നതോ. അതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓൺ ക്യാമറ അത് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അത് അച്ഛന് കൊടുക്കുന്ന ഒരു മര്യാദ. അച്ഛൻ തെറ്റെന്താണ് ചെയ്തത്? ആ സ്ഥലം കൊടുത്തത് മാത്രം ഒരു തെറ്റ് മാത്രമേ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അന്ന് കിച്ചുവിനെ പറ്റി സംസാരിച്ച ഞാൻ പറഞ്ഞല്ലോ, അത് അച്ഛനെല്ലാം ഉള്ള എല്ലാ അധികാരവും ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ കുറെ കിടന്ന് അച്ഛനെ കുറ്റം പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും, കുറെ യൂട്യൂബേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതിപ്പോ ഞാൻ പേരെടുക്കുന്നില്ല. പക്ഷെ അച്ഛനെ ചാട്ടവാറും കൊണ്ട് അടിക്കണം എന്തിന്? അച്ഛൻ എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അറിഞ്ഞത്തോളം ഒരു അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തില് അവർക്ക് എന്തോ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ സ്വന്തം സ്ഥലമാണ് അച്ഛൻ അതും കൊടുത്തത് ട്രസ്റ്റിന് വേണ്ടിയിട്ട്. അതൊരു മതം എന്ന് നോക്കിയല്ല അച്ഛൻ എല്ലാം ചെയ്തത്. അച്ഛൻ വേറെ പല ആൾക്കാരെ എല്ലാം സഹായിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. ഇതിന് പൈസ ആയിക്കോട്ടെ, മെഡിക്കലി ആയിക്കോട്ടെ, സ്ഥലത്തായിക്കോട്ടെ, വീടായിക്കോട്ടെ, അങ്ങനെ എല്ലാം അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒറ്റ പേരെങ്കിലും വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അതുപോട്ടെ രേണുസുതി ആവട്ടെ, കിച്ചു ആവട്ടെ, ഇതുവരെ ഈ നിമിഷം വരെ അവരൊരു വീഡിയോ അച്ഛനെ പറ്റി ഇട്ടിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്രയും കഴപ്പ്? അച്ഛനെ സഹായിച്ചിട്ടുള്ള 2-3 പേരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു പ്രശ്നമില്ല. ആവശ്യമുള്ള സമയത്ത് അച്ഛൻ വന്ന് സഹായിച്ചിട്ടാണ് അവരിപ്പം ജീവനോട് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അവരൊക്കെ എപ്പോഴോ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഇതായി പോകേണ്ടത്. പക്ഷെ ഒരിക്കലും അവരത് ചെയ്തില്ല. അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്ന ആ ഒരു അച്ഛന്റെ ഒരു ഇത് കാരണം കൊണ്ടാണ് ബാക്കിയുള്ള ഫാമിലീസ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം വിചാരിക്കണം. യൂട്യൂബേഴ്സ് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതായത് അച്ഛൻ എന്തിനാണ് ഇടപെടേണ്ടത്, അച്ഛൻ അറിയാതെ ഒരു ഇന്റർവ്യൂവിൽ അത് കൊടുത്തുപോയി, പറഞ്ഞുപോയി. കിച്ചുവിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ കിച്ചുവിനെ പറ്റി നെഗറ്റീവ് ത്രെട്ട്, അങ്ങനെ കിച്ചുവിനെ ഞാൻ കൊല്ലും, അങ്ങനൊന്നും ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛന് പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതായത് സുധിക്ക് പറയാനുള്ള അധികാരം അച്ഛനുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് അച്ഛനായിരുന്നു അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാ രീതിയിലും. അപ്പൊ നമ്മൾ അതും മനസ്സിലാക്കണം. പിന്നെ രേണുസുതി ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരത്തി എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പുള്ളിക്കാരത്തിക്ക് വയ്യ, പുള്ളിക്കാരത്തി എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് നമുക്ക് ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ രേണുസുദിനെ പോയി കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ അന്ന് ഞാൻ അവിടെ വരെ പോയെങ്കിലും രേണുസുദിന്റെ വീട് തൊട്ടടുത്ത ഞാൻ പോയി കണ്ടിട്ടില്ല. അതിന്റെ ഉള്ള ഒരു ആവശ്യം എനിക്കില്ല. കാരണം പുള്ളിക്കാരത്തി ഇപ്പം അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പിന്നെ കുറെ അലിഗേഷൻസ് ഒക്കെ ഞാൻ കേട്ടു. ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആട്ടോ അല്ലെങ്കിൽ രേണുസുദിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം അത് നമുക്ക് ആവശ്യമില്ല. അത് നമുക്കൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഒരു ലിമിറ്റ്സ് ഉണ്ട് നമുക്ക്. സത്യം പറഞ്ഞ എല്ലായിടത്തും കയറി ഇടപെടാനായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു യൂട്യൂബർ ആണ് ഇല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ജീവിതത്തിൽ കയറി ഇടപെടാനായിട്ടുള്ള ഒരു അധികാരവും നമുക്ക് ആരും തന്നിട്ടില്ല.
പിന്നെ ചില ആൾക്കാർ അതൊരു കണ്ടന്റ് ആക്കി, ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ മണിക്കൂറിനകം ഓരോരോ വീഡിയോ 5-6 മിനിറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്താൽ പോരെ, ഒരു ഡ്യൂറേഷൻ വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് ചെയ്താൽ പോരെ. എല്ലാം ഓരോ മണിക്കൂറിൽ ഓരോരോ വീഡിയോ ഇടുന്നു, അവരെ കുറ്റം പറയുന്നു, കിച്ചുനെ കുറ്റം പറയുന്നു, സുധീനെ കുറ്റം പറയുന്നു, അച്ഛനെ കുറ്റം പറയുന്നു, എന്തോ ആവശ്യമാണ്. ഞാൻ അവിടെ പോയി കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലാതെ ഞാൻ ചുമ്മാതല്ല പറയുന്നത്. എന്റെ ചാനലിൽ കൂടെ ആയിരുന്നു അച്ഛന്റെ ആ ഇന്റർവ്യൂ പുറത്തു വന്നത്. കാരണം ഞാൻ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത്. സങ്കടത്തോടായിരുന്നു ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. അച്ഛന്റെ BP കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ഔട്ട് ആയിട്ടുണ്ട്. അച്ഛൻ എടുക്കുന്ന ടാബ്ലറ്റ്സിന് ഇപ്പൊ ഒരു കണക്കില്ല. കാരണം എങ്ങനെ, കംപ്ലീറ്റ് സൈബർ അറ്റാക്ക് അല്ലേ, എല്ലാ രീതിയിലും സൈബർ അറ്റാക്ക്. അതൊരു ബിഷപ്പാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വേറെ ഏത് മതമെങ്കിലും ആയിക്കോട്ടെ, എനിക്കതറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ മതക്കാരും ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോവും, ഞാൻ പള്ളിയിൽ പോവും, ഞാൻ എല്ലായിടത്തും പോവും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അച്ഛൻ ഒരു രീതിയിലും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് അയക്കാനുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അയച്ചിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയക്കുക. ഞാൻ അതിനുള്ള ആൻസർ എല്ലാം ഞാൻ തരാം. അച്ഛൻ ഇപ്പൊ ഇന്റർവ്യൂ ഇനി കൊടുക്കുന്നില്ലെന്നാണ് എല്ലാവരോടും പറഞ്ഞേക്കുന്നത്. എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. കാരണം എന്തായാലും പുള്ളിക്കാരൻ ഒരു മനുഷ്യനല്ലേ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരോടും സപ്പോർട്ട് ചെയ്തിട്ടല്ല. അച്ഛൻ ചെയ്തത് ശരിയാണോ, അച്ഛൻ ചെയ്തത് തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. കിച്ചുവിനെ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് അച്ഛനുള്ള എല്ലാ അധികാരത്തോടാണ് അച്ഛൻ അത് പറഞ്ഞേക്കുന്നത്. അല്ലാതെ കിച്ചുവിനെ കൊല്ലുവോ, ഇല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ തെളിവെല്ലാം അച്ഛൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അച്ഛൻ അത് ഒരിക്കലും പുറത്തു വിട്ടിട്ടില്ല. കാരണം പുള്ളിക്കാരൻ അറിയാം എന്തെങ്കിലും കിച്ചുവും ശരിയാവും. പിന്നെ അച്ഛൻ എന്താണ് അങ്ങനത്തെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇനി നിങ്ങൾ പറയായിരിക്കും അത് അച്ഛൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അല്ല. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ക്യാമറയിലല്ലേ കാണിക്കേണ്ടത്, അല്ലാതെ ഞങ്ങളെ ക്രൂ ടീമിന്റെ ഫ്രണ്ടിലല്ലല്ലോ അച്ഛൻ അത് കാണിക്കേണ്ടത്. അപ്പൊ എന്തായാലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല. നമ്മൾ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക്. അച്ഛൻ എന്താ തെറ്റാണ് ചെയ്തത്? കിച്ചുവിനെ സഹകരിച്ചത്, അത് സുധിയുടെ അച്ഛൻ എല്ലാ അധികാരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, മാക്സിമം നിങ്ങളൊന്ന് പോയി കാണും. ആ ഇന്റർവ്യൂ തന്നെ നിങ്ങൾ കാണും, നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അതിനെ മാത്രം എടുത്ത് കാണിച്ച്, അതാണ് സംഭവം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതൊക്കെ എഡിറ്റിംഗ് എന്ന് പറയും. പറഞ്ഞല്ലോ, ഞാൻ ഇത് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ അധികാരമുണ്ട് ഈ കാര്യങ്ങൾ പറയാൻ. കാരണം ഞാൻ എന്റെ കണ്ണുകളും കൊണ്ട് ഞാൻ കണ്ടൊരു കാര്യങ്ങളാണിത്. അല്ലാതെ എല്ലാരെ പോലെ വീട്ടിലിരുന്നുണ്ട്, കാറിലിരുന്നുണ്ട്, അല്ലെങ്കിൽ ഹോട്ടലിൽ ഇരുന്നുണ്ട് അങ്ങനല്ല ഞാൻ ആ ഇന്റർവ്യൂ എടുത്തേക്കുന്നത്. അച്ഛന്റെ സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ആ ഇന്റർവ്യൂ എടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയായിരിക്കും അന്ന് ഞാൻ ചെല്ലുന്ന കാരണമുണ്ടായിരിക്കും ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നത്. ഒരിക്കലും അല്ല. കാരണം അച്ഛന് എനിക്ക് സമയം തന്നേക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ടൈം എന്ന് പറയുന്നത് 11 മണിയായിരുന്നു. പക്ഷെ 11:50 ഞാനായിട്ട് കയറി ചെല്ലുമായിരുന്നു. അച്ഛൻ പിന്നെ വിളിച്ചിട്ടില്ല. ഞാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ബിഷപ്പിന്റെ ഒരു പ്രൈവസിയാണത്. അപ്പൊ ഇതാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആരും ഒരാളുടെ മണ്ടയ്ക്ക് എനിക്ക് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ നേർവഴിക്കല്ല പോകുന്നത് എന്ന് ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ഉറപ്പായിട്ട് അത് ശകാരിക്കും, നമ്മൾ അവരെ വാൺ ചെയ്യും. അതേ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കൂ. ഒന്നെങ്കിൽ കാണുന്ന ആൾക്കാർ, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ഇത് ചെയ്തിട്ടില്ലേ, നിങ്ങൾ തെറ്റായിട്ട് രീതിയിൽ പോകുമ്പോൾ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ പേരൻസാ കാണുന്നെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തെറ്റായിട്ട് രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നത്, ദൈവത്തെ ഓർത്ത് ഇനി ആ പുള്ളിക്കാരനെ നിങ്ങൾ ടോർച്ചർ ചെയ്യല്ലേ. അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ട കാര്യം, അല്ലാതെ ഞാൻ സപ്പോർട്ട് ചെയ്യുവല്ല. ഞാൻ ഒരു കാര്യങ്ങൾ ഇവിടെ എടുത്തിട്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യങ്ങള്, നമ്മള് യൂട്യൂബേഴ്സ് തന്നെ ചില ആൾക്കാര് ചെന്ന് അച്ഛനോട് സ്ഥലമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ അച്ഛന് പറ്റത്തില്ല, അച്ഛൻ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് അവരിപ്പോ അച്ഛനെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നു. എങ്ങനുണ്ട്? അച്ഛന്റെ അടുത്ത് ചെന്ന് അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, അതൊക്കെ തെളിവ് സഹിതം അച്ഛൻ എന്നോട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇവിടെ പേരെടുത്ത് പറയാത്ത കാരണം എന്താന്ന് വെച്ചാൽ അത് നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക. അതിനുള്ള ഉത്തരം ഞാൻ തരാം നിങ്ങൾക്ക്. കാരണം ഞാൻ അവിടെ പോയി കണ്ട കാര്യങ്ങൾ മാത്രം, അന്ന് അവിടെ പോയിട്ട് എന്തൊക്കെയാണോ സംഭവിച്ചത് ആ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കാരണം അതെന്റെ കണ്ണും കൊണ്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതെന്റെ ചെവി കൂടെ അല്ല ഞാൻ കേട്ടേക്കുന്നത്. എന്റെ കണ്ണുകളും കൊണ്ടല്ല ഞാൻ കണ്ടേക്കുന്നത്, ചെവി കൂടെ കേട്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ ചില തെളിവുകൾ കാണിച്ചു തന്നത് അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത് ഞാൻ കണ്ടത് എന്റെ കണ്ണും കൊണ്ട്, അല്ലാതെ ഞാൻ വേറെ ആൾക്കാർ പറയുന്ന പോലെ ഞാൻ കേട്ടതല്ല. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ എല്ലാവരോടും എടുക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം അച്ഛനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.